ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ പ്രിയങ്ക ഹരി. നമ്മളിന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പലർക്കും സംശയം ഉണ്ടാക്കിയ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനാണ്. നിങ്ങൾക്ക് നമ്മളിപ്പോൾ ന്യൂസ് കാണുന്നുണ്ടായിരുന്നു അല്ലേ, പല ന്യൂസുകളും വരുന്നുണ്ട്. ഇനി മുതൽ LP UP പരീക്ഷയ്ക്ക് എന്ത് വേണം? ബിരുദം നിർബന്ധമാക്കുന്നു. കുറേ നാളായില്ലേ പുലി വരുന്നേ എന്ന് പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട്. സോ അതിൻ്റെ ഒരു ക്ലാരിറ്റി കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, നമ്മുടെ പുതിയ അതായത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് ഞാൻ തന്നെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊക്കെ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. സോ നമ്മുടെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ്റെ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വന്നൊരു ആളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമായിരുന്നു ഇത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറച്ച് റെക്കമെൻഡേഷൻസ് വച്ചിരുന്നു. അത് കേരള ഗവൺമെൻറ് എന്താണ് അംഗീകരിക്കാം, ഏകദേശം ഒരു ഫസ്റ്റ് റൗണ്ടിലുള്ള അംഗീകാരം കിട്ടി നിൽക്കുന്ന സമയമായിരുന്നു. ഓക്കെ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്ന പുതിയ കാര്യമാണ് കേരളത്തിലെ അധ്യാപക തസ്തികകളിൽ അടിമുടി മാറ്റം വരുത്താൻ പോവുകയാണ്. അതിൻ്റെ പ്രാരംഭഘട്ടം എന്നോണം എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇനി മുതൽ LP അധ്യാപകർ, LPSA UPSA ഒക്കെ ആണല്ലോ നമ്മൾ LP UP ടീച്ചേഴ്സ് എന്നാണല്ലേ പൊതുവായിട്ട് പറയാം. അതെന്തായി മാറുകയാണ്? 5 വിഭാഗം അധ്യാപകരായിട്ട് മാറാൻ പോവുകയാണ്. നോക്കിയാൽ മനസ്സിലാവും. പ്രീ പ്രൈമറി ടീച്ചർ, പ്രൈമറി ടീച്ചർ, സെക്കൻഡറി ടീച്ചർ, വർക്ക് എഡ്യൂക്കേഷൻ ടീച്ചർ, സ്പെഷ്യലിസ്റ്റ് ടീച്ചർ, ഈ രീതിയിലേക്ക് മാറാൻ പോവുകയാണ്. സോ ഇവിടെ പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി എന്നതിൽ എന്ത് വരും? 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾ സെക്കൻഡറി വിഭാഗത്തിലേക്ക് മാറാൻ പോവുകയാണ്. അതായത് അവിടെ എന്ത് വരും? ക്വാളിഫിക്കേഷൻസിലും ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, അതൊരു റെക്കമെൻഡേഷൻ ആയിട്ട്, ശുപാർശയായിട്ട് വെച്ചിരിക്കുകയാണ്. എന്താണ് റെക്കമെൻഡേഷൻ നോക്കുക. ഇപ്പം കറന്റ് സിറ്റുവേഷനിലുള്ള ക്വാളിഫിക്കേഷനാണ് ഞാൻ നടുവിലെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. റെക്കമെൻഡഡ് ആണ് ഏത്? റൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, 1 to 4 അതായത് 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിൽ നമ്മുടെ ഇപ്പോഴത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th അല്ലെങ്കിൽ +2 അതല്ലെങ്കിൽ എന്താണ് DLED പ്ലസ് കേട്ടറ്റ് കാറ്റഗറി 1 വേണം. ഓക്കെ, +2 അല്ലെങ്കിൽ അതായത് നമ്മുടെ LP ടീച്ചേഴ്സ് ആവാനുള്ള അടിസ്ഥാന യോഗ്യത +2 DLED ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ TTC, അതുപോലെ കേട്ടറ്റ് കാറ്റഗറി 1 പാസ്സായവർക്ക് എന്താവാം? LPSA എക്സാം എഴുതി LP സ്കൂൾ അധ്യാപകരാവാം. UP വരുമ്പോഴും +2 പ്ലസ് DLED കേട്ടറ്റ് കാറ്റഗറി 2 വേണം. ഓക്കെ, അടുത്തത് 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എന്തു പറയും? ഹൈസ്കൂൾ അധ്യാപകർ, HSA എന്ന് പറയും. അതിൽ വേണ്ടത് ഡിഗ്രി BEd ആൻഡ് കാറ്റഗറി 3 ആണ് ആവശ്യമായത്. ഇനി 11th 12th നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ PG BEd സെറ്റ് ക്വാളിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാനും അധ്യാപകരാകാനുമുള്ള അവസരം ഇന്നത്തെ സിറ്റുവേഷനിൽ കേരളത്തിൽ. ഇനി വന്ന റെക്കമെൻഡേഷൻ എന്താന്ന് വെച്ചാൽ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലും എന്ത് നിർബന്ധമാക്കാൻ പോവുകയാണ്? ഡിഗ്രി നിർബന്ധമാക്കുന്നു. ഡിഗ്രി അടിസ്ഥാന യോഗ്യതയാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ +2 ഉണ്ടായിരുന്നത് എന്തായി മാറും? ഡിഗ്രി ആയിട്ട് മാറും. സോ അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ക്വാളിഫിക്കേഷനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്തായിരിക്കും? ഡിഗ്രി പ്ലസ് TTC ആയിരിക്കും, പ്ലസ് കാറ്റഗറി 1 2 അങ്ങനെയുള്ളത്. അതിപ്പോൾ ഞാനിവിടെ എന്താ മെൻഷൻ ചെയ്യാതിരുന്നത് എന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാറ്റഗറി 1 എഴുതുന്ന ഒരു അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി, കാറ്റഗറി 1 നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഏതാന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ അതൊരു +2 നിലവാരത്തിലുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ +2 പ്ലസ് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ എന്ന ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തി എഴുതുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റാൻഡേർഡും അത്തരത്തിലുള്ളതായിരുന്നു. സോ അവിടെ നമുക്ക് ഇനി വരാൻ പോകുന്ന മാറ്റം ഷുവറായിട്ടും കേട്ടിട്ട് എക്സാമിലും അതിൻ്റെതായ മാറ്റം നിഴലിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു പ്രതിഫലനം ഉണ്ടാവും. നമുക്ക് എന്ത് വരും? ഈ ഒരു ക്വാളിഫിക്കേഷൻ്റെ മാറ്റം നമുക്ക് ഇനി വരുന്ന കേട്ടിട്ട് എക്സാമുകളിൽ ഷുവറായിട്ടും പ്രതിഫലിക്കും. അതായത് നിങ്ങൾ ഇത്രയും നാൾ എഴുതിയ കേട്ടിട്ട് എക്സാം പോലെ പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത്ര പെട്ടെന്ന് കിട്ടില്ല. ഒന്ന് എഫേർട്ട് ഇട്ടാൽ കിട്ടും. ഞാൻ പേടിപ്പിക്കുകയൊന്നും അല്ല. നമ്മളിനി എന്താ പറയുക, നമുക്ക് എപ്പോഴും പറയേണ്ടതാണ്, ചുമ്മാ റിയാലിറ്റി മനസ്സിലാക്കാണ്ട് ജീവിച്ചിട്ട് കാര്യമില്ല.
ഇനി വരുന്ന മാറ്റമാണ്. ഇതിൽ വലിയ അത്ഭുതപ്പെടാനുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം കാലാകാലങ്ങളായിട്ട് എഡ്യൂക്കേഷനിൽ കാതലായ മാറ്റങ്ങൾ എല്ലാ കാലത്തും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമുക്കത് കുറച്ചുകൂടി എന്താ പറയുക, പെട്ടെന്ന് കിട്ടുന്നു, കുറച്ച് പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു. ഇന്നൊരു തീരുമാനം മന്ത്രിസഭ എടുത്ത വിത്തിൻ ഡേയ്സ്, അതായത് അന്ന് തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് വരുന്നു, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് അതിനിത്തിരി നമുക്കൊരു പേടിയൊക്കെ തോന്നുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് 2017 നടന്ന എക്സാമിൽ. 2017 LP-UP പരീക്ഷ നടന്നപ്പോൾ അന്നുള്ള ക്വാളിഫിക്കേഷൻ ഡിഗ്രി പ്ലസ് BEd അല്ലെങ്കിൽ +2 + TTC ഉള്ള എല്ലാ TTC BEd കഴിഞ്ഞ കുട്ടികളും എന്ത് അപ്ലൈ ചെയ്തിരുന്നു? LP-UP എക്സാമിന് അപ്ലൈ ചെയ്തിരുന്നു. വിത്തിൻ 3 years 2020 വന്നപ്പോൾ അവിടെ എന്ത് വന്നു? അഡീഷണൽ ആയിട്ട് കേട്ടിട്ട് കാറ്റഗറി 1, 2 മിനിമം വേണം അല്ലേ? അതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻ ആയുള്ള കാറ്റഗറി 3 ഉണ്ടെങ്കിലും സെറ്റ് ഉണ്ടെങ്കിലും നെറ്റ് ഉണ്ടെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യാം. പക്ഷെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ത് വന്നു? +2 + TTC ഓർ DLED പ്ലസ് കാറ്റഗറി 1, 2 എന്നാക്കി മാറ്റി. അപ്പോൾ അവിടെ അങ്ങനെ എന്ത് ചെയ്തു? പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ഷോർട്ടായി പോയി ഏത് നമ്പർ ഓഫ് അപ്ലിക്കൻസ്. ഓക്കെ, അപ്പോൾ ഇതിത്ര വലിയൊരു സംഭവമൊന്നുമല്ല, എല്ലാ കാലത്തും അങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇനി ഇപ്പോഴത്തെ LP-UPക്ക് അപ്ലൈ ചെയ്തവർക്ക് ഇത് ബാധിക്കുമെന്ന്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ തന്നെ ഇഷ്ടം പോലെ വട്ടം ചെയ്തിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് ഞാൻ ഇതിനകത്ത് ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്ന് തൊട്ട് നടക്കും? ഇപ്പോൾ +2 കഴിഞ്ഞ് TTC ചെയ്യുന്ന പലരുടെയും മനസ്സിൽ ഇതൊരു ചോദ്യചിഹ്നമായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. ഞാൻ അവരോട് പറഞ്ഞോട്ടെ, ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടപ്പിലാക്കാൻ പോകുന്നതല്ല. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത് പെട്ടെന്ന് തീരുമാനിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമല്ല. എന്താ ചെയ്യാൻ പോകുന്നത്? 2030 അക്കാഡമിക് ഇയറിൽ, അതായത് 2030 ജൂൺ മുതലുള്ള അക്കാഡമിക് ഇയറിലാണ് ഈ ഒരു തീരുമാനം പ്രാബല്യത്തിൽ കൊണ്ടുവരിക. ഓക്കെ, അപ്പം 2030 മുതൽ കേരളത്തിൽ അധ്യാപകരാകാൻ എന്ത് നിർബന്ധമായി വരും? ഡിഗ്രി നിർബന്ധമായിട്ട് വരും. 1 മുതൽ 7 വരെയുള്ള സ്റ്റാൻഡേർഡിൽ എന്ത് വേണം? ഡിഗ്രി പ്ലസ് ആ ഒരു ടീച്ചിങ് ക്വാളിഫിക്കേഷൻ പ്ലസ് ആ ഒരു കേട്ടിട്ടുണ്ട് തീരുമാനം. നമുക്ക് ഒന്നുകൂടി ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് വേണമെങ്കിൽ കാറ്റഗറി 1, 2 എന്ന് തന്നെ പറയാമെങ്കിലും അവിടുത്തെ എക്സാം പാറ്റേണിലോ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു കാറ്റഗറിയിലോ എന്തെങ്കിലും ചേഞ്ച് വരുമെന്ന് നമുക്ക് ആ സമയത്താണ് കുറച്ചുകൂടി വ്യക്തമായി പറയാൻ സാധിക്കുക. 8 മുതൽ 12 വരെയുള്ള ക്ലാസ് ഒരുമിച്ച് എന്തായി മാറി? സെക്കൻഡറി വിഭാഗമായി മാറുകയാണ്. സെക്കൻഡറി വിഭാഗത്തിൽ ക്ലാസ് എടുക്കാൻ നേരത്തെ പോലെ ഡിഗ്രി പോലെ എന്ത് വേണം? PG നിർബന്ധമാക്കി. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യാൻ. അധ്യാപകരുടെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് അധ്യാപകർ നൽകുന്ന എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കൂടുന്നു. അതിലൂടെ പഠിച്ചു വരുന്ന കുട്ടികളിലും ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും. സോ ഇതെല്ലാം നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? റിയാലിറ്റി മനസ്സിലാക്കുക, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുക. അല്ലാതെ അയ്യോ ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് ഒരു ഗുണമില്ലാതെ പോലെന്നുള്ള വിഷമമൊന്നും വേണ്ട. ഇതുപോലെ അപ്പോൾ ഇനി നിങ്ങൾക്കൊരു നോക്കാം, നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ മുന്നിൽ എന്തുണ്ട്? 6 കൊല്ലത്തോളം ഉണ്ട് അല്ലേ, 2030 വരെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ 6 കൊല്ലം കൊണ്ട് ഇനി ഞാൻ കേട്ടിട്ട് എഴുതണോ? ഇപ്പം മിസ്സ് പറഞ്ഞല്ലോ ഇതിൽ കേട്ടറ്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, അപ്പോൾ ഇനി ഞാൻ കേട്ടിട്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ഇനി വരുന്ന ഫസ്റ്റ് കേട്ടിട്ട്, അതായത് ഇപ്പം BEd TTC പഠിച്ചു കൊണ്ടിരിക്കുന്ന ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്റർ കുട്ടികൾക്ക് എഴുതാനുള്ള അവസരമില്ല. പക്ഷേ ഇപ്പോൾ TTC BEd പഠിക്കുന്ന എല്ലാ 3rd സെമസ്റ്റർ തൊട്ട് 3rd 4th ഓൾറെഡി ക്വാളിഫൈ ചെയ്ത് എത്ര വർഷം ആയിക്കോട്ടെ, 1 വർഷം മുമ്പ് കഴിഞ്ഞതായിക്കോട്ടെ, 2 വർഷം മുൻപ് കഴിഞ്ഞോട്ടെ, 10 വർഷം മുൻപ് കഴിഞ്ഞവരും ആയിക്കോട്ടെ, എന്ത് ചെയ്യണം? ഈ വരുന്ന ആദ്യത്തെ കേട്ടിട്ട് തന്നെ ക്ലിയർ ചെയ്യുക. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഈ കഴിഞ്ഞ കേട്ടിട്ട് എക്സാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഡിസംബറിൽ നടന്ന കേട്ടിട്ട് എക്സാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഓരോ വട്ടത്തെയും 2023 ഫസ്റ്റ് ഹാഫിൽ നടന്ന കേട്ടിട്ടിനെ അപേക്ഷിച്ച് ഇത്തവണ ക്വസ്റ്റ്യൻസിൽ നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ടായിരുന്നു.
കറക്റ്റായിട്ട് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. 2023 ഫസ്റ്റ് നടന്നത് നല്ല എളുപ്പമുള്ള ചോദ്യ പേപ്പർ ആയിരുന്നെങ്കിൽ ഇത്തവണ കുറേ പുതിയ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് വന്ന് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കേ, +2 TTC അടിസ്ഥാന യോഗ്യതയുള്ള ഒരു വ്യക്തി എഴുതുന്ന എക്സാമാണ് കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം. അവിടെ തന്നെ അതിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ കൂടി വരികയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ കൂടുന്നതിനനുസരിച്ച് ഡിഫിക്കൽറ്റി ലെവൽ കൂടുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഇനി നിങ്ങൾ കാറ്റഗറി 1 ഇപ്പം എഴുതിയതുപോലെ എഴുതിയെടുക്കാമെന്ന് പ്രതീക്ഷിക്കേണ്ട. തീർച്ചയായും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ കാറ്റഗറി 2ലും ഇതേപോലെ തന്നെ നടക്കുന്നത്. കാറ്റഗറി 3 ആകുമ്പോഴോ ഡിഗ്രി BEd ഉണ്ടായിരുന്ന വ്യക്തികളാണ് കാറ്റഗറി 3 എഴുതിയിരുന്നത്. ഇനി അവർക്കത് എഴുതുമ്പോൾ എന്ത് വേണം? PG BEd ആവും. സോ മിക്കവാറും നിലവാരം സെറ്റ് ലെവലിലോട്ട് ഉയർന്നു വരും. ഈ 2023ലും 24 ഈ ഒരു സ്റ്റാർട്ടിങ് ജൂണിലും നടന്ന സെറ്റ് ഉൾപ്പെടെ, സെറ്റ് നെറ്റ് ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൽ അധ്യാപക യോഗ്യതാ പരീക്ഷകൾ എന്ന് പറയുന്നത് കാറ്റഗറി കേട്ടിട്ട് കാറ്റഗറി 1, 2, 3, 4 പിന്നെ സെറ്റ് നെറ്റാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏകദേശം ഇത്തരം എല്ലാ പരീക്ഷകൾക്കും നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ, നമ്മുടെ സബ്ജക്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ ജനറൽ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും കുറച്ച് ഭാഗങ്ങൾ കോമൺ ആയി വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും കാറ്റഗറി 1 പഠിച്ചാൽ നെറ്റ് കിട്ടുമെന്ന്. അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ എല്ലാ പരീക്ഷകൾക്കും കോമൺ ആയിട്ട് കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. ആ ഭാഗങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെറ്റിന് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് കേട്ടറ്റിൽ വരുന്നുണ്ട്. കേട്ടിട്ട് കാറ്റഗറി 3ൽ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് കാറ്റഗറി 1ൽ വരുന്നുണ്ട്. നെറ്റിന് ചോദിച്ച കുറേ ക്വസ്റ്റ്യങ്ങൾ സെറ്റിൽ കയറി വരുന്നുണ്ട്. അതായത് എന്താണ്, ഇതിപ്പം നിങ്ങളോട് വലിയ ന്യൂസായി പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ ഹയർ സെക്കൻഡറി അധ്യാപകരല്ല, സെക്കൻഡറി അധ്യാപകരാണ്, നിങ്ങളുടെ അടിസ്ഥാന യോഗ്യത കൂട്ടാൻ പോകുന്നു എന്നൊക്കെ ഇപ്പം വലിയൊരു ന്യൂസ് ആയിട്ട് വന്നപ്പോൾ നിങ്ങൾ പറയുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രവർത്തനം എന്നോണം ഇപ്പോൾ കറന്റ് സിറ്റുവേഷനിലും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നോട്ടീസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമേ ഉള്ളൂ. എക്സാം സ്റ്റാൻഡേർഡ് എല്ലാ പരീക്ഷയിലും കൂടി വരികയല്ലാണ്ട് ഒരിക്കലും കുറഞ്ഞു വരുന്നില്ല. സോ നിങ്ങളോട് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഏതിനാണോ പഠിക്കുന്നത്, ഏത് കേട്ടിട്ട് പോലുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഷുവറായിട്ടും നേടിയെടുക്കുക. ഓക്കെ, ഇനി ഇതിനൊക്കെ ഒരു തീരുമാനം ആവട്ടെ, ഇനി കേട്ടിട്ടിന് വാല്യൂ ഇല്ലാതാവോ എന്നൊക്കെ ചോദിച്ചിരുന്നാൽ, അങ്ങനെയുള്ള ചിന്തയോടെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്കത് ദോഷം ചെയ്യുക മാത്രമേ ഉള്ളൂ. മുൻകാല പ്രാബല്യത്തോടെ ലൈഫ് ലോങ് വാലിഡിറ്റി കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു എക്സാം ആണ് കേട്ടിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുവരെ കേട്ടിട്ട് നേടി +2 യോഗ്യതയുള്ള അധ്യാപകർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു എക്സെപ്ഷൻ അല്ലെങ്കിൽ ഒരു എക്സെപ്ഷനൊക്കെ കൊടുക്കാൻ ആര് തയ്യാറാവും? ഗവൺമെൻറ് തയ്യാറാവും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഷുവറായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അങ്ങനെ വലിയ കാര്യങ്ങൾ ചിന്തിക്കാതെ തീർച്ചയായും ഈ വരുന്ന കേട്ടിട്ട് പരീക്ഷ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദിവസം കൂടുന്തോറും നിങ്ങളുടെ ഡിഫിക്കൽറ്റി ലെവല് ബുദ്ധിമുട്ടായി വരുന്നുണ്ടാവും. നിങ്ങളത് നോർമലായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് കേട്ടിട്ട് പാസ്സായ ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലുള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ മനസ്സിലാവും, അവർ കേട്ടിട്ട് പാസ്സായപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളിപ്പോൾ റീസെൻ്റ് ആയ ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിലുള്ള വ്യത്യാസം. പലപ്പോഴും നിങ്ങളുടെ ഈ ഒരു റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് ആൻസർ ചെയ്യാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, സോ ഇനി വരുന്ന കേട്ടിട്ട് നിങ്ങൾക്ക് വളരെ നിർണായകമാണ്. ഇനി നിങ്ങളിപ്പോൾ കഴിഞ്ഞതല്ലേ, ഇനി ഞാൻ പഠിക്കുന്നില്ല എന്നൊന്നും വിചാരിക്കരുത്. 2024 മുതൽ 26 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിൽ നല്ല രീതിയിലുള്ള നിയമന സാധ്യതകളും ഒഴിവുകളും വരാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? തയ്യാറായിരിക്കുക. അവസരം വരുമ്പോൾ വേഗം അത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളിൽ തന്നെ പലരും ഇനിയും കേട്ടിട്ട് ക്ലിയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങളൊരു അധ്യാപക അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ അധ്യാപകരാവുക എന്നത് തന്നെയാണ്. ഓക്കെ, വളരെ ചെറിയ ചെറിയ അവസരങ്ങളെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുണ്ടാവുള്ളൂ. ഇനിയും വലിയ അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ
അത്തരം അങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് കേട്ടിട്ട് നേരിടുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ കേട്ടറ്റിൻ്റെ പുതിയ കോഴ്സുകൾ തുടങ്ങിയിരിക്കുകയാണ്. ഇനി അടുത്ത പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിനായി കൂടുതൽ അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈ വരുന്ന 2024 വരാൻ പോകുന്ന ആദ്യത്തെ കേട്ടറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതിലൂടെ ഇനി വരുന്ന എല്ലാ അധ്യാപക തസ്തികകളിലേക്കും അപ്ലൈ ചെയ്യാനും സാധിക്കും. വൺസ് നിങ്ങൾ ഈ ഒരു ഞാൻ പറഞ്ഞ ഇത്രയും ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ കേട്ടിട്ട് ക്ലിയർ ചെയ്യുക, നിങ്ങളുടെ ഒരു ഗവൺമെൻറ് സർവീസിൽ കയറുക എന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ കുറച്ചുകൂടി ടെൻഷൻ ഫ്രീ ആയി. പ്രത്യേകിച്ച് ബിരുദമില്ലാത്ത ഉദ്യോഗാർത്ഥികൾ. ഓക്കെ, ബിരുദമില്ലാതെ +2 കഴിഞ്ഞ് TTCക്ക് പോയ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും എത്രയും പെട്ടെന്ന് ഈ തവണ 2024 വിളിക്കാൻ പോകുന്ന ആദ്യത്തെ കേട്ടിട്ട് തന്നെ ക്ലിയർ ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ന്യൂസിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഈ ഒരു വീഡിയോയിൽ സംശയം ഉണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.